മെക്കാനിക്കൽ ടോക്ക് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോട്ട് ഫോർ ബ്രേക്ക് ഫ്ലൂയിഡിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടി വി എസിൻ്റെ ഡോട്ട് ഫോർ ബ്രേക്ക് ഫ്ലൂയിഡാണിത്. ഈ ഫ്ലൂയിഡ് നമ്മൾ പീരിയോഡിക്കലായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ വരാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പീരിയോഡിക്കലി നമ്മൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റണം. ചില വാഹനക്കാരൊന്ന് വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മാറ്റിയതായിട്ട് എൻ്റെ അറിവിലില്ല. എല്ലാവരും ടോപ്പപ്പ് ചെയ്ത് പോകാറാണ് സാധാരണ പതിവുള്ളത്. അപ്പോൾ ഇത് പീരിയോഡിക്കലി ഒരു 25,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടുമ്പോൾ ഈ ഫ്ലൂയിഡ് മാറ്റണം. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ്, ഡോട്ട് ഫോർ ടി വി എസിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഏറ്റവും പുതിയത്. ഇത് 20,000 കിലോമീറ്റർ ഓടിയത്. ഇത് 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡാണ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളി ആൽക്കലൈൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പോളി ആൽക്കലൈൻ ഗ്ലൈക്കോൾ എന്ന ഒരു രാസപദാർത്ഥമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിന് 215-220 ഡിഗ്രി ടെമ്പറേച്ചർ വരെ ഇതിന് പ്രവർത്തിക്കാൻ ശേഷിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് യൂസ്ലെസ് ആണ്. ഇതിൻ്റെ വിസ്കോസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ ദൂരെ യാത്രകളൊക്കെ നടന്ന് വരുന്ന സമയത്ത് നമ്മൾ വലിയ ഇറക്കത്തിലൊക്കെ അമിതമായിട്ട് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഡിസ്ക് ഭയങ്കരമായിട്ട് ചൂടാവും. അപ്പോൾ ഏകദേശം ഒരു 200-300 ഡിഗ്രി വരെ ചൂട് വരും ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. ഈ ഊട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ കൊടൈക്കനാലിലോ മൂന്നാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് നമുക്ക് ഇത് അനുഭവങ്ങൾ കൂടുതലുണ്ടാവും. ഇറങ്ങി വരുമ്പോൾ ഈ നമ്മൾ അമിതമായിട്ട് ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഡിസ്ക് ചൂടായിട്ട് ഇതിൻ്റെ വിസ്കോസിറ്റി നഷ്ടപ്പെടും. ഈ ചൂട് അത് അമിതമായിട്ട് വരുമ്പോൾ ഈ വിസ്കോസിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ബ്രേക്ക് കിട്ടില്ല. അങ്ങനെ നമുക്ക് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും ജനറലായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ്കോസിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലച്ചിന്റെ റിലീസ് ബെയറിംഗ് ആണിത്. ഇതിപ്പോൾ ന്യൂ ജനറേഷൻ വണ്ടികൾക്കൊക്കെ ഇങ്ങനെ കാറുകൾക്ക് മിക്ക വാഹനങ്ങൾക്കും ന്യൂ ജനറേഷൻ വാഹനങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ ക്ലച്ച് റിലീസ് ബെയറിംഗ് വിത്ത് സിലിണ്ടറാണിത്. വിത്ത് സിലിണ്ടറിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പോൾ ഇതിലൊക്കെ ഓയിൽ ചൂടാവുമ്പോൾ ഈ ക്ലച്ചിന്റെ പ്രവർത്തനം പോലും നമുക്ക് നഷ്ടപ്പെടും. വിസ്കോസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് അമർത്തുമ്പോൾ പ്രോപ്പറായിട്ട് ക്ലച്ചിന്റെ പ്രവർത്തനം പോലും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ക്ലച്ച് പോലും നമുക്ക് ആ സമയത്ത് ആ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിന്റെ പ്രവർത്തനത്തിനെ ഇത് ബാധിക്കും. കാരണം ഈ ഫ്ലൂയിഡ് ചൂടായി നിൽക്കില്ല. അപ്പോൾ അത് എല്ലാ ഭാഗത്തിനും അത് ബാധിക്കും. ക്ലച്ചിനെ പോലും ബാധിക്കും. അപ്പോൾ ക്ലച്ച് സിലിണ്ടറൊക്കെ നാശമായി പോകാൻ തന്നെ കാരണം ഇതിനകത്ത് ഈ അമിത ചൂട് വരുമ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് നാശമായിട്ട്, അതായത് ഇതിപ്പോൾ 20,000 കിലോമീറ്റർ ഓടിയത്, ഇത് 60,000 കിലോമീറ്റർ ഓടിയത്. അപ്പോൾ ഇത്തരം വിസ്കോസിറ്റി നഷ്ടപ്പെട്ട ഓയിലുകൾ വരുന്ന സമയത്ത് നമ്മളെ ഈ ബ്രേക്ക് ഇതിനുള്ളിൽ വാട്ടർ ഫോം ചെയ്യും. ഇതിനകത്ത് വിസ്കോസിറ്റി നഷ്ടപ്പെട്ടതിന് പകരം വേപ്പർ ഫോം ചെയ്തിട്ട് ഇതിനകത്ത് തുരുമ്പുണ്ടാക്കും. അങ്ങനെ ഈ സിലിണ്ടർ നശിച്ചു പോകുമ്പോഴാണ് നമ്മൾ പിന്നീട് ഉപയോഗിക്കുമ്പോഴാണ് ഇതിലൂടെ ലീക്ക് വന്ന് ഗിയർ ബോക്സിനടിയിലൂടെ ഓയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വിസ്കോസിറ്റി നഷ്ടപ്പെട്ട ഓയിൽ നമ്മൾ നിലനിർത്തി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു കുഴപ്പം. പിന്നീട് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. പിന്നെ പിന്നെ ഈ ബ്രേക്കിന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വാൾവാണിത്. അതായത് നാല് കണക്ഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി വാൾവാണ് ഈ സാധനം. ഇത് തുരുമ്പ് പിടിക്കും. ഇതിന്റെ ഉൾഭാഗമൊക്കെ ഈ വിസ്കോസിറ്റി നഷ്ടപ്പെട്ടുള്ള ഓയിലാകുമ്പോൾ ഈ വാട്ടർ ഫോർമേഷൻ വന്നിട്ട് ഇത് തുരുമ്പ് പിടിക്കും. അങ്ങനെ തുരുമ്പ് പിടിച്ച ഒരു വാൾവ് നമ്മൾ ഇവിടെ തന്നെ സക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതാണ് ഇത് സക്ഷൻ ചെയ്താണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സക്ഷൻ ചെയ്തെടുത്തുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ വാൾവുകൾ. ഇതെല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. കാരണം ഈ തുരുമ്പ് പിടിക്കാൻ കാരണം എന്താണ്? വിസ്കോസിറ്റി നഷ്ടപ്പെട്ടുള്ള ഓയിൽ ഉപയോഗിച്ചിട്ട്. അതുപോലെ 20,000 40,000 ഒക്കെ പോലുള്ള ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഫോം ചെയ്യും. ഈ വെള്ളം ഫോം ചെയ്തപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി വാൾവ് തുരുമ്പ് പിടിച്ചു. അപ്പോൾ ഇതിലൂടെ ഓയിൽ ലീക്ക് വന്നു. ഇതിലൂടെ ഓയിൽ ലീക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിത് മാറ്റേണ്ടി വരും. ഇതിന് അത്യാവശ്യം വിലയൊക്കെ ഉള്ള ഒരു സാധനമാണ്. പക്ഷെ ഇതിന്റെ ആരാന്ന് കണ്ടുവച്ചാൽ നമ്മളുണ്ട്. ഈ മൂന്ന് ഓയിൽ നമ്മൾ പരിശോധിച്ചാൽ മതി. കണ്ടോ, 60,000 20,000 ഇത് 0.
അപ്പോൾ നമ്മൾ ഈ ഓയിൽ നല്ല രീതിയിൽ ഒരു 20,000 മുന്നൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സാധനങ്ങൾ ലൈഫ് ടൈം ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം, കേടുവരില്ല. കണ്ടോ ഇതിൽ കണ്ടോ കേടുവന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത്. കണ്ടോ അപ്പോൾ നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ ഇത് ABSന്റെ കാര്യം വേണം, നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നോർമൽ ബേസ് മോഡൽ വാഹനങ്ങളുടെ ഒരു ഇതാണ്. ABSന് ഇതിനെ കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളാവുന്നതും വേഗത്തിൽ നമ്മളെ ബ്രേക്ക് ഓയിലൊക്കെ ഒരു 20,000-25,000 കിലോമീറ്റർ ആകുമ്പോൾ ഫുള്ളായിട്ട് ബ്ലീഡ് ചെയ്ത് കളഞ്ഞ് പുതിയ ബ്രേക്ക് ഓയിൽ നിറയ്ക്കുക. ഇത് മാത്രമല്ല, ഇതിന്റെ റിയർ ബ്രേക്ക് സിലിണ്ടറിന്റെ അവസ്ഥ നോക്കും. കണ്ടോ തുരുമ്പ് പിടിച്ചിട്ട്. ഇത് KBXന്റെ ഒരു സിലിണ്ടറാണിത്. ഇത് ഈ 60,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനത്തിന്റെ ബ്രേക്ക് സിലിണ്ടറിന്റെ അവസ്ഥയാണിത്. ഇതൊക്കെ സ്ട്രക്കായി കാണാം. ഇതിന്റെ സിലിണ്ടറിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇതിനകത്ത് ഉള്ള ഈ ലൂബാണ് ഇങ്ങനെ തുരുമ്പ് പിടിപ്പിച്ചത്. ഈ ലൂബ് ഉണ്ടല്ലോ, ലൂബ് ആണ് ഇങ്ങനെ തുരുമ്പ് പിടിപ്പിച്ചത്. അപ്പോൾ പഴകും തോറും ഇതിൽ വെള്ളത്തിന്റെ കണ്ടന്റ് കൂടിയിട്ടാണ് ഇത് നാശമായി പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു 30,000 കിലോമീറ്റർ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന്റെ ഫ്ലൂയിഡ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൽ ഈ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു 30,000 കിലോമീറ്ററിൽ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് .4 മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ പലരും പല സാധനങ്ങളും മാറ്റിയിട്ട് അമിതമായിട്ട് പൈസ ചെലവാക്കുന്ന പ്രവണത നമ്മളവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ്. ബൈ.